അപ്പോൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എത്രാമത്തെ വീഡിയോ ആണെന്ന് ആരും എന്നോട് ചോദിക്കും. ഇത് കുറേ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ കണക്കില്ല. തുടക്കം തന്നെ അമ്മയുടെ പേടകത്തിലായതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള അനുവാദമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഫൈനലി എന്നെ എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടിട്ട് എൻ്റെ അമ്മയുടെ പണി നോക്കി പോയി. ഞാൻ അങ്ങനെ കോളേജിലേക്ക് കയറുകയാണ്. ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി റോഡാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി കോളേജിൽ എത്തി ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ ആസ് യൂഷ്വൽ ഞാനാണ് ആദ്യം എത്തിയത്. എന്താണെന്ന് എനിക്കറിയില്ല. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും കോളേജിൽ പഠിച്ചിരുന്ന കാലത്തും എൻ്റെ ക്ലാസ്സിൽ ആദ്യം എത്തിയിരുന്നത് ഞാൻ തന്നെയാണ്. എപ്പോഴും ഞാൻ ആദ്യം എത്തും. എന്തിനാണോ എന്തോ അരമണിക്കൂർ മുമ്പാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്, എല്ലാവരും വരുന്നതിനേക്കാൾ മുൻപ് കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, റെസ്റ്റ് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തി 2-3 റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെല്ലാം 8 നിലയിൽ പൊട്ടി. അങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് ചിടി വിളിച്ചിരുന്നതിന് ശേഷം അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് ചെന്നപ്പോണ്ടോ അടുത്ത സർപ്രൈസ്. സുമേഷിൻ്റെ കടയോ രമേഷിൻ്റെ കടയോ രണ്ടിലേതോ ഉണ്ടല്ലോ. പക്ഷെ അവിടെ നല്ല ഇത് വാങ്ങിയത്. ഇത് മീഷോ ദൈവം കന്നി നൽകിയതാണ്. മീഷോ ഇങ്ങനെ അഫോർഡബിൾ ആയ എന്താ ചെയ്യുക ഗൈസ്. 3 കണ്ടോ, ഒരേ കളറിൽ പാറ്റേണിന് മാത്രം ഡിഫറൻസ് ഉണ്ട്. ഷോർട്ട് കുർത്തി സെഡായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ഒരു അമ്മ പെറ്റ 3 അളിയന്മാരായി മാറുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരത്തെ ക്ലാസ്സും കഴിഞ്ഞപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരു മിസ്സ് ഈ കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഫെയർവെല്ലൊക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. അതൊക്കെ കഴിച്ചിട്ട് ഫുഡും കഴിച്ചതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ വന്നു. അങ്ങനെ വീണ്ടും അമ്മയുടെ പേടകത്തിലെ യാത്രകൾ തുടങ്ങുകയാണ്. വേറെ ഇങ്ങോട്ടുമല്ല, മെഡിക്കൽ ഷോപ്പിലേക്കാണ്. മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. മരുന്നും വാങ്ങി. പിന്നെ എൻ്റെ ഫോണിനൊരു കേസൊക്കെ വാങ്ങണമായിരുന്നു. അതെല്ലാം വാങ്ങിയതിന് ശേഷം അമ്പലത്തിൽ പോകണമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പൂജയുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. സി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബൈ ബൈ.